ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ചെറുനാരങ്ങ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ടിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു ബൗളിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാസ്ലൈനാണ്. നല്ല വാസ്ലൈൻ തന്നെ എടുക്കാൻ നോക്കുക. അതായത് ഡേറ്റ് കഴിഞ്ഞ വാസ്ലൈൻ ഒന്നും എടുക്കാണ്ട് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാസ്ലൈൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ അളവിലേക്ക് വാസ്ലൈനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വാസ്ലൈന് പെട്ടെന്നൊന്നും ആ ഒരു ചെറുനാരങ്ങയുടെ നീരുമായിട്ട് യോജിക്കില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. അതായത് ഈ ഒരു പാത്രത്തിൽ നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണുള്ളത്. ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ചെറുനാരങ്ങയുള്ള ബൗൾ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വാസ്ലൈൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ബൗളിലോട്ട് ആ ഒരു പാത്രത്തിലെ വെള്ളത്തിൻ്റെ ചൂട് കയറുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പയ്യെ പയ്യെ നമ്മുടെ ആ ഒരു വാസ്ലൈൻ മെൽറ്റായി നമ്മുടെ ചെറുനാരങ്ങയുമായിട്ട് മിക്സ് ആവുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നല്ല യൂസ്ഫുൾ ആണ്. അതുമാത്രമല്ല ആ ഒരു വാസ്ലൈൻ്റെയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെയൊക്കെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ എൻഹാൻസ് ആവുന്നുമുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ചെറുനാരങ്ങയും വാസ്ലൈനും കലർന്ന ഈ ഒരു മിക്സ് ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മുടെ കയ്യിലും കാലിലും മാത്രമല്ല നമ്മുടെ കൈമുട്ടിയിലൊക്കെ ആ ഒരു ഭാഗത്തുള്ള കറുപ്പ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ റെമഡി തന്നെയാണ് കേട്ടോ ഇത്. ആഴ്ചയിൽ 2-3 തവണ ഇതുപോലൊന്ന് റെഡിയാക്കിയിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈകളിലും കാലിലും അതുപോലെ തന്നെ നമുക്ക് വളരെ ഡാർക്കായിട്ടുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ലൈറ്റേണായി ഈവൻ ടോണായി നമ്മുടെ കൈകാലുകളൊക്കെ നല്ല ബ്രൈറ്റേൺ ആകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു കാലാവസ്ഥയിൽ നമ്മുടെ കൈകാലുകളൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുകയും നല്ല വെയിലടിക്കുമ്പോൾ നന്നായിട്ട് ഡാർക്ക് ആവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കടയിൽ നിന്നും ഒരുപാട് വിലയുള്ള ലോഷനൊക്കെ വാങ്ങി കയ്യിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ആഴ്ചയിൽ 2-3 തവണ റെഡിയാക്കിയിട്ട് നമ്മുടെ കൈക്കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡ്രൈനെസ്സും ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ പോയിട്ട് നല്ല ബ്രൈറ്റേൺ ആയിട്ട് നമ്മുടെ കൈക്കാലുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കയ്യിൽ മാത്രമല്ല, നമുക്ക് വീക്കിലി വൺസൊക്കെ നമ്മുടെ ഫേസിലും ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റൺ ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിരാതാണ്. ആ ഒരു ചിരാതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ അളവിലേക്ക് ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ആ ഒരു ചെറുനാരങ്ങ നീരിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ്. അപ്പം ഇനി നമുക്ക് കർപ്പൂരം 2 എണ്ണം എടുത്തിട്ട് അതും ഇതുപോലെ ആ ഒരു ചിരാതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. വൈകുന്നേര സമയത്ത് ഇതുപോലൊരു വിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ, നെഗറ്റിവിറ്റിയൊക്കെ ഉള്ള വീടാണെങ്കിൽ അതൊക്കെ ഇല്ലാണ്ട് പോയി നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ, നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സഹായിക്കും. മാത്രമല്ല, ഈ ഒരു വിളക്ക് കത്തുമ്പോൾ വരുന്ന ആ ഒരു സ്മെല്ല് കൊണ്ട് ഇപ്പോൾ മാറി വരുന്ന കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന പൊടിയീച്ചകളുടെയും കൊതുകിൻ്റെയും ശല്യം നമ്മുടെ വീട്ടിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യത്തെ യൂസിൽ തന്നെ സ്വിച്ച് ഇട്ട പോലെ പൊടിയീച്ചകളും കൊതുകുകളൊക്കെ ഇല്ലാതാവുന്നതായിരിക്കും. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് കത്തിച്ച് വെക്കാവുന്നതാണ്. കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവുകയില്ല. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ അതായത് പിഴിഞ്ഞ ചെറുനാരങ്ങയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വലിച്ചെറിയാറാണ് പതിവ്. ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ. നമ്മൾ ഉപയോഗിച്ച ചെറുനാരങ്ങയുടെ ഇതുപോലുള്ള തൊണ്ടിൽ കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇതുപോലുള്ള ടാപ്പിലുള്ള തുരുമ്പും കറയും അതുപോലെ തന്നെ ഉപ്പ് കറയൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന നമ്മുടെ ചെറുനാരങ്ങ മാത്രം ഉണ്ടായാൽ മതി. അതിൽ കുറച്ച് ഉപ്പും തേച്ചിട്ട് നല്ല രീതിയിലൊന്ന് നമ്മൾ ഇതുപോലുള്ള ടാപ്പുകളൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു തുരുമ്പ് കറയും അതുപോലെ തന്നെ ഒരുപാട് പഴയ ആ ഒരു ലുക്കൊക്കെ പോയി നല്ല പുത്തൻ പുതിയതാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ആ ചെറുനാരങ്ങയുടെ ആ ഒരു തൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഉപ്പൊക്കെ തേച്ചിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. മാസത്തിൽ 1-2 തവണ നമ്മൾ ഇതുപോലെ ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് വർഷം മുമ്പ് പഴക്കമുള്ള ഇതുപോലുള്ള ടാപ്പുകളും കാര്യങ്ങളൊക്കെ പുത്തൻ പുതിയതായിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചെറുനാരങ്ങയും ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ ടാപ്പൊക്കെ സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയും കൂടെ എടുക്കാം. നല്ല പുത്തൻ പുതിയതുപോലെ തന്നെ നമ്മുടെ ടാപ്പ് ആയിട്ടുണ്ടാകും. മാത്രമല്ല ഈ ഒരു രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസത്തേക്ക് നമ്മുടെ ഇതുപോലുള്ള ടാപ്പൊക്കെ തുരുമ്പെടുക്കാണ്ട് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതുപോലെ നമ്മുടെ ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബക്കറ്റിലുണ്ടാവുന്ന മണ്ണ് കറ, ഉപ്പ് കറ, അത് മാത്രമല്ല ഒരുപാട് ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ബക്കറ്റൊക്കെ ഇതുപോലെ ഒരു മങ്ങിയ കളറും അല്ലെങ്കിൽ ഒരു പഴയതുപോലെയൊക്കെ ആയിട്ടുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ നല്ലത് തന്നെ ആവണം എന്നൊന്നുമില്ല. കേടായ ഇതുപോലുള്ള ചെറിയ കേടോട് കൂടിയുള്ള ചെറുനാരങ്ങയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിലോട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സോപ്പോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രബ്ബറോ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നമ്മുടെ ബാത്റൂമിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. നല്ല പുത്തൻ പുതിയതുപോലെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ബക്കറ്റ് മുഴുവനും നല്ല രീതിയിൽ തന്നെ ഞാൻ ചെറുനാരങ്ങയും ഉപ്പും കൊണ്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല വെള്ളത്തിലൊന്ന് കഴുകിയും കൂടെ ഞാൻ ബക്കറ്റ് കാണിക്കാം. നോക്കിയേ, ഇതിനു മുമ്പ് ഞാനത് കഴുകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ബക്കറ്റും ഈ ഒരു ബക്കറ്റും തമ്മിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷോ ഒന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട്, സ്ക്രബ്ബർ ഇല്ലാണ്ട് കൊണ്ട്, വെറും ചെറുനാരങ്ങയും ഉപ്പും കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ പുത്തൻ പുതിയതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ ചെറുനാരങ്ങയാണെങ്കിൽ 1/2 ചെറുനാരങ്ങ എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുതാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കല്ലുപ്പ് പൊടിച്ചതാണ്. കറക്റ്റായിട്ട് 1 ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാഷിംഗ് സോപ്പാണ്. അത് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തുണി കഴുകുന്ന സോപ്പ് ഇതുപോലുള്ള സോപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പാത്രം കഴുകുന്ന സോപ്പാണെങ്കിലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിലേക്കാണ് വാഷിംഗ് സോപ്പ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറുനാരങ്ങയും വാഷിംഗ് സോപ്പും ഉപ്പും ഒക്കെ കലർന്ന് നന്നായിട്ട് ഇതുപോലൊന്ന് ആ ഒരു ചെറുനാരങ്ങയുടെ നീര് പുറത്ത് വരത്തക്ക രീതിക്ക് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചെറുനാരങ്ങയുടെ നീരും ഉപ്പും വാഷിംഗ് സോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയ ഈ ഒരു ചെറുനാരങ്ങയുടെ മിക്സ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മാസ്കാണ്. മാസ്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നേരിയ കോട്ടൺ തുണിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ മാസ്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അത് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് മാസ്ക് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ കൂട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്ലോസറ്റിലെ മഞ്ഞക്കറയൊക്കെ ഇല്ലാണ്ടാക്കാനും ബാഡ് സ്മെൽ ഇല്ലാണ്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ബ്ലോക്ക് ആവാണ്ടിരിക്കാനും ഇതുപോലെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയൊന്ന് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. കൈ വേദനിക്കാണ്ട്, ബ്രഷ് ചെയ്യാണ്ട്, കെമിക്കലൊന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് നമ്മുടെ ക്ലോസറ്റ് എപ്പോഴും നല്ല കറകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല പുത്തൻ പുതിയതായിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ചെറുനാരങ്ങയുടെ കൂട്ട് മാസ്കിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതുപോലൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് നമ്മൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഓരോ ടൈമും നമ്മൾ ഇതുപോലെ നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ക്ലോസറ്റ് ഉപയോഗിച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ചെറുനാരങ്ങയും വാഷിംഗ് സോപ്പും ഉപ്പും കലർന്ന് നമ്മുടെ ആ ഒരു ക്ലോസറ്റ് നല്ല രീതിയിൽ തന്നെ കറകളില്ലാണ്ട് കൊണ്ട്, ബാഡ് സ്മെൽ ഇല്ലാണ്ട് കൊണ്ട്, ബ്രഷ് ഇട്ട് ഉരയ്ക്കാണ്ട് കൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റ തവണ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതുപോലെ വയ്ക്കും. അത്ര നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് കരുതുന്നു. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.